ഹലോ കൂട്ടുകാരെ, ഇന്ന് ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് എന്തൊക്കെയാണ് തയ്യാറാക്കിയെന്നൊന്ന് നോക്കിയാലോ. ഇന്ന് നമുക്ക് കിട്ടിയത് കൊഞ്ചും ചുവന്ന മീനുമാണ്. കൊഞ്ചൊക്കെ ഞാൻ പൊളിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കൊഞ്ച് റോസ്റ്റ് ചെയ്യാനാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മൺചട്ടി അടുപ്പിലോട്ട് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിലാണ് ഞാൻ റോസ്റ്റ് തയ്യാറാക്കുന്നത്. അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. വെളുത്തുള്ളി ഇഞ്ചിയും ഞാൻ ചതച്ചല്ല ചേർത്തത്, അരിഞ്ഞാണ് ഞാൻ ചേർത്തത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തു. എല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള നീളത്തിലരിഞ്ഞാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇത്തിരി ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കാം. നമ്മുടെ കയ്യിൽ എന്തോരം കൊഞ്ചുണ്ട് അതിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയാണ് ഞാൻ ചേർത്തത്. മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നതിൽ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പൊടിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കൊഞ്ച് ഇട്ട് കൊടുക്കാം. ഇനി എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഞാൻ റോസ്റ്റാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ കുഴഞ്ഞിരിക്കണം, തോർന്ന് കിട്ടേണ്ട, ഒന്ന് കുഴഞ്ഞ രൂപത്തിലാവണം. അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കൊഞ്ചിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി തന്നെ നമ്മുടെ കൊഞ്ച് വെന്തോളും. ഒരു തക്കാളിയും കൂടെ ചേർത്ത് ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ചെറുതീയിലേക്ക് മാറ്റാം. വലിയ തീയിൽ വേണ്ട, ചെറുതീയിൽ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ എന്താണ്ട് നമ്മുടെ കൊഞ്ചൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വെന്തൊക്കെ വന്നിട്ടുണ്ട്. വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇത്തിരി കൂടി കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് തയ്യാറാക്കി നോക്കണം. വെള്ളമൊന്നും ഇല്ലാതാണ് ഞാൻ റോസ്റ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയായ കൊഞ്ച് റോസ്റ്റ് റെഡി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചുമന്ന മീനും കിട്ടിയിട്ടുണ്ട്. റോസ്റ്റ് മാത്രം കൊണ്ട് ചോറ് കഴിക്കില്ല. അപ്പോൾ ഇത്തിരി മീൻ മുളകിട്ടതും കൂടി ഇവിടെ വേണം. അതുകൊണ്ടാണ് ഇത്തിരി മീൻ മുളകിട്ടും കൂടെ വയ്ക്കുന്നത്. ഒരുപാട് ഞാൻ വെക്കുന്നില്ല, ഒരു 5-6 എടുത്ത് ഞാൻ മുളകിട്ട് വെക്കുന്നുള്ളൂ. അപ്പോൾ അതാണ്ട് മീനൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കറി വെച്ചെടുക്കാം. സാധാരണ മുളക് കറി വെക്കുന്ന പോലെ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ല. വളരെ എളുപ്പത്തിലൊരു മുളക് കറി. മൺചട്ടി അടുപ്പിലോട്ട് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഇത്തിരി ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഉലുവ പൊട്ടി വന്നപ്പോഴത്തേക്ക് നിരത്തിലരിഞ്ഞ് വെച്ചിരുന്ന സവാള, ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുത്തു. ഇന്ന് ഞാൻ ഒന്നും ചതച്ചെടുത്തിട്ടില്ല, എല്ലാം അരിഞ്ഞാണ് ചേർത്തത്. ഇഞ്ചി ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു തക്കാളി നിറത്തിലരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് കറിവേപ്പില ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. വഴന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ പൊടികൾ നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി. ഉലുവ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഉലുവപ്പൊടി ചേർക്കുന്നില്ല. പൊടിയുടെയൊക്കെ പച്ചമണം മാറിയപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. വടക്കം പുളി ഇട്ടു, ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്, കഴുകി വൃത്തിയാക്കി. നമ്മുടെ വീട്ടിലെ തന്നെ പുളിയാണ്, അതുകൊണ്ട് തന്നെ മായമൊന്നുമില്ല. നല്ല വൃത്തിയാക്കി എടുത്ത പുളിയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കറി തിളച്ചപ്പോഴത്തേക്ക് ഞാൻ മീൻ പെറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ എടുത്ത വീഡിയോ കിട്ടിയിട്ടില്ല, എനിക്ക് തോന്നുന്നു മൊബൈൽ ഓഫായിപ്പോയെന്ന്. അതുകൊണ്ടാണ് കിട്ടാഞ്ഞത്. മീനൊക്കെ ഇട്ട് കറിയൊക്കെ വറ്റി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അത് ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റിയായ ചുമന്ന മീൻ മുളകിട്ടതും റെഡിയാണ്. പിന്നെ നമ്മൾ മീനുള്ളപ്പോൾ ഇവിടെ കപ്പ ഇല്ലാതിരിക്കില്ല. അതാണ്ട് കപ്പയും വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കപ്പ വേവിച്ചതും ഇവിടെ റെഡിയാണ്. പുട്ടുപോലുള്ള സൈസ് കപ്പയായിരുന്നു. നന്നായിട്ട് കുഴച്ചെടുക്കണം ഇച്ചിരി കൂടി. അപ്പം നമ്മുടെ കപ്പയും ഇവിടെ റെഡിയാണ്. കപ്പയും മീനും മാത്രം പോരല്ലോ, ഇത്തിരി പച്ചക്കറിയുടെ എന്തെങ്കിലും സാധനങ്ങൾ വേണ്ടി. എന്നാൽ ഇത്തിരി പാവയ്ക്ക മെഴുക്കുവരട്ടി എടുക്കാമെന്ന് കരുതി. 1 കിലോ പാവയ്ക്കാണ് ഇരിക്കുന്നത്. 2-3 ദിവസമായിട്ടും തീർന്നിട്ടില്ല. പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർക്കാതെ തന്നെ ഉപ്പിട്ട് പാവയ്ക്ക വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. പിന്നെ ഇനി ഒഴിക്കാനായിട്ട് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അതിന് ഇത്തിരി പച്ചമോരാണ് എടുത്തത്. ഇന്ന് മോര് കാച്ചിയതും രസമൊന്നുമില്ല, അതുകൊണ്ട് ഇച്ചിരി പച്ചമോര് എടുത്തിട്ടുണ്ട്. മിക്സിയിൽ തൈരടിച്ച് അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളക്, ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചമോര് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഉച്ചയൂണ് കഴിക്കുന്ന താമസമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് പാത്രത്തിലേക്ക് വിളമ്പിയാലോ. ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ്. കൊഞ്ച് റോസ്റ്റ്, ചുമന്ന മീൻ മുളകിട്ടത്, പിന്നെ കപ്പ വേവിച്ചത്, പാവയ്ക്ക മെഴുക്ക് പുരട്ടി, പച്ചമോര്.
ദാണ്ട പാത്രത്തിലേക്ക് നല്ല ചൂട് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ചോറിന് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഇത്തിരി നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ചോറ്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ കൊഞ്ച് റോസ്റ്റ് വെച്ച് കൊടുക്കാം. നല്ല വെള്ളമൊന്നുമില്ല, നല്ല കുഴഞ്ഞ പരുവത്തിലാണ് നമ്മുടെ കൊഞ്ച് റോസ്റ്റ് കിട്ടിയിരിക്കുന്നത്. നന്നായിട്ട് തോർത്തിയെടുത്തതാണ്, പക്ഷേ ഇച്ചിരി കുഴഞ്ഞാണ് ഇരിക്കുന്നതെന്ന് മാത്രം. റോസ്റ്റാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതും പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കപ്പ വേവിച്ചത് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മീൻ മുളകിട്ടതാണ്, അത് ഒരു മീൻ കഷ്ണമാണ് വെച്ച് കൊടുക്കുന്നത്. അതും ആവശ്യത്തിന് ചാറും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി, മീൻ മുഴുവനോടെയാണ് ഞാൻ കറി വെച്ചത്. തലയുടെ ഭാഗമൊക്കെ ഇളക്കി കളഞ്ഞിട്ട് മുറിച്ചിട്ടിട്ടില്ല. അതാണ്ട് മീൻ കറിയും മീനും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പച്ചമോരെടുത്തിട്ടുണ്ടല്ലോ, അത് ഞാനൊരു പാത്രത്തിലാണ് എടുത്തത്. പാവയ്ക്കൊക്കെ ഉള്ളതുകൊണ്ട് ചോറിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല. അത് ഞാൻ ചെറിയൊരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ പച്ചമോര്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ എല്ലാം റെഡിയാണ്. എൻ്റെ ഈ ഉച്ചയൂണിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതുതായി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.